അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചെറിയ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഭാഷയും നമ്മുടെ സംസാരമൊക്കെ മാറും. ഒരു ഓമനത്വത്തിലേക്കും ഒരു ലാളനയിലേക്കും ഒരു കരുണയിലേക്കൊക്കെ വഴി മാറും. ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെ തലോടാനും അവരോട് ചിരിക്കാനും അവരുടെ ഭാഷയിൽ സംസാരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. ഇത് പ്രകൃതിപരമായി നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, ഒരു ചേഞ്ചാണ്. ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിയോട് അല്പം വാത്സല്യത്തോടെ പെരുമാറണം എന്നുള്ളത് അവനെ ഒന്ന് തൊടാനും ഒന്ന് തലോടാനും ഒന്ന് പുഞ്ചിരിക്കാനും അവനെന്തെങ്കിലും കൊടുക്കാനും അവനൊന്ന് അണഞ്ഞൂട്ടി പിടിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ. സത്യത്തിൽ നമ്മൾ കുട്ടികളോട് സ്വീകരിക്കേണ്ട ഒരു നിലപാട്, പെരുമാറ്റ രീതിയുടെ പ്രകൃതിപരമായ രൂപമാണത്. അത് നമ്മുടെ വിളികളിൽ വേണം, അഭിസംബോധനയിൽ വേണം. മോനെ, കുഞ്ഞു മോനെ, കുഞ്ഞേ എന്നൊക്കെ നമ്മൾ വളരെയധികം സ്നേഹത്തോടെ വിളിക്കണം. ലുക്മാൻ മകനെ വിളിച്ചത് നമുക്കറിയാലോ. നല്ല പല ഖുർആനിലെ പല രംഗങ്ങളിലുള്ള അഭിസംബോധനകളിലും നമുക്കിത് കാണാൻ പറ്റും. മല്ല മിർഹം സ്വഗീറന എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിൽ ചെറിയവരോട് കരുണ കാണിക്കുക. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ശൈലിയാണ് കുട്ടികളോട് സ്വീകരിക്കേണ്ടത്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാ കുട്ടികളോടും ഈ ശൈലിയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളോട് പലപ്പോഴും നമ്മൾ വളരെ സ്ട്രിക്റ്റായി, കണിശമായി, വിട്ടുവീഴ്ചയില്ലാതെ, ദയയില്ലാതെയാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. നമ്മൾ വേറൊരു കുട്ടിയോടും അങ്ങനെ ചെയ്യൂല. നമ്മുടെ കുട്ടിയോട് നമ്മളല്ലാത്ത ഒരാളും അങ്ങനെ ചെയ്യൂല. വളരെ അപൂർവം ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കുട്ടിയെ അടിച്ചിട്ട് അവനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ അവനൊന്ന് ബാത്റൂമിൽ പോകാനും കൂടി കഴിയില്ല എന്നൊക്കെ പറയണത് രക്ഷിതാവ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന അപൂർവം ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ പ്രകൃതി കുട്ടികളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രകൃതി. ഇനി ആരെങ്കിലും ഇതിന് വിപരീതമായി കുട്ടികളോട് വളരെ സ്ട്രിക്റ്റായി, വളരെ നിർദ്ദയമായി, സ്ട്രോങ് ആയി അവർ നന്നാകാൻ വേണ്ടി പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മളങ്ങനെ പെരുമാറുമ്പോൾ ഒരു ഭയാന്തരീക്ഷത്തിലാണ് ഈ കുട്ടി എപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ പേടിച്ച് വിറച്ചിട്ടാണ് ഉമ്മൻ്റെയും വാപ്പൻ്റെയും കൂടെ ജീവിക്കണം. എപ്പോഴാണ് അമ്മ പൊട്ടിത്തെറിക്കുക, എപ്പോഴാണ് വാപ്പ ചൂടാവുക, എപ്പോഴാണ് അവരിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുക എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ കുട്ടിയിരിക്കുക. എപ്പോഴും നമ്മൾ കുട്ടിയോട് ഇടപഴകുമ്പോഴൊക്കെ നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുമ്പോഴും കുട്ടീനെ കുളിപ്പിക്കുമ്പോഴും കുട്ടീനെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ആ കുട്ടി നമ്മളെ ഭയപ്പെടുന്നുണ്ട്. ഉള്ളിലൊരു പേടിയുണ്ട്. എപ്പോഴാണിത് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. ഈ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ടല്ലോ, ഈ ഒരു കണിശത, ഈ ദയയില്ലാത്ത പെരുമാറ്റം, ഇത് കുട്ടികളിൽ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കുട്ടികൾ ധാരാളമായി കളവ് പറയും, നുണ പറയും. നുണ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഉപ്പനോടത് പറഞ്ഞാൽ എന്താകും എന്ന് വിചാരിക്കും. കാരണം അവർ കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലും അത് തെറ്റായി പോവോ? കുട്ടികൾക്ക് ശരിയും തെറ്റും അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ ആ സംഭവം അതിലെന്തെങ്കിലും വല്ല മതവിരുദ്ധതയോ ധാർമ്മിക കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഒരു ഇഷ്യൂ ആവും വീട്ടിൽ. പിന്നെ അത് പ്രശ്നമാവുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യില്ല, തൻ്റെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും സംഗതികൾ കിട്ടുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഒന്ന് തുറന്ന് സംസാരിക്കില്ല. അപ്പോൾ തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പേടിയുടെ നിഴലിലൊരു സ്നേഹബന്ധം ഉണ്ടാവില്ലല്ലോ. നമ്മളങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ സ്നേഹിക്കാൻ കഴിയുക, സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുക? അപ്പോൾ പേടിയും സ്നേഹവും പരസ്പരം ചേരുന്ന ഒന്നല്ല. അപ്പോൾ ഈ പേടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് കുട്ടികൾ അവരുടെ കാര്യങ്ങളൊന്നും നമ്മോട് പറയില്ല. മറ്റൊരു കുട്ടി എന്ത് ചെയ്യും, എന്തു പറയണം എന്ത് പറയണ്ട എന്ന് യാതൊരു വിവേചനവുമില്ലാതെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കഥകളും ഒരു കമൻട്രി പോലെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ പറച്ചിൽ മാതാപിതാക്കളെ പേടിയുള്ള കുട്ടികൾ എന്ത് ചെയ്യില്ല, അത് പറയൂല. അത് പറയാതിരിക്കുമ്പോൾ നഷ്ടം എന്താ അറിയോ, ആ കുട്ടി പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് ആ കുട്ടിയുടെ ഒരു ഹൃദയബന്ധം ഉണ്ടാവില്ല, നമ്മളുമായി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ആ കുട്ടി നടന്ന് ജീവിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ പോകും. മറ്റൊന്ന്, നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റാക്കി എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ തെറ്റൊന്നും ചെയ്യൂല എന്ന് വിചാരിക്കണ്ടെങ്കിൽ അവർ ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യും, അത് മറച്ചു വയ്ക്കും. അവർ മൊബൈലിൽ പല തോന്നിയാസങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ കാണൂല.
അവർ കൂട്ടുകാരുമൊത്ത് പല വേണ്ടാത്തരങ്ങളും ഉണ്ടാവും, നമ്മൾ കാണൂല. അപ്പോൾ ചിലപ്പോൾ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ മാതാപിതാക്കളെ ഭയമുള്ള കുട്ടികൾ പിന്നെ ചെയ്യുന്നൊരു കാര്യമാണെന്ത്, താൻ ചെയ്യുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ അറിയാതെ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ, ഈ പേടിയുടെ നിഴലിൽ എപ്പോഴും വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല. അവർ സത്യം എന്താ തകർന്നു പോവുകയാണ് ചെയ്യുക. തകർന്നു ഒരു കാനലിൽ വളരുന്ന ഒരു ചെടിയെപ്പോലെ വളരാൻ ഭയപ്പെട്ട് നിൽക്കുന്ന, മേലങ്ങ് നിൽക്കുന്ന കൊമ്പുകളും ചില്ലകളും കണ്ട് അവിടെ തനിക്ക് വളരാൻ സാധിക്കില്ലെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന, മുരടിച്ചു പോകുന്നൊരു ചെടി പോലെ ആ ഭയത്തിൻ്റെ നിഴലിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ മുരടിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പേടിക്കാൻ പാടില്ല. എന്നതിൻ്റെ അർത്ഥം കുട്ടികളെ നമ്മൾ കണിശമായ കാര്യങ്ങൾ അവരെ പറയണം, അതൊക്കെ ആ വിഷയത്തിൽ മാത്രം. അപ്പോൾ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അപ്പോൾ ഉമ്മൻ്റെ സ്വഭാവം മാറും. ആയിക്കോട്ടെ, അത് നിസ്കാരത്തിൽ മാത്രം പരിമിതമാണ്. ഉമ്മ എപ്പോഴും അങ്ങനെയല്ല, നിസ്കരിക്കാതിരിക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളൂ. രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. വേണ്ടാത്തരങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ വിഷയത്തിൽ പിന്നെ ഒരു കണിശമായ നോ പറയലും താക്കീതുകളും ഉണ്ടാകുമെന്നതിലപ്പുറം ഒരു ഭീകരജീവിയായി ഉമ്മയും ഉപ്പയും മാറുന്ന അവസ്ഥയിൽ നിന്ന് എന്തായിരുന്നാലും നമ്മൾ മാറണം. സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കണം. അതാണ് പ്രകൃതി, അതാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. അള്ളാഹു സഹായിക്കട്ടെ.